എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ റീനാമിസാണ്. നമ്മൾ 2 ദിവസമായിട്ട് വന്നിട്ടില്ലേ. നിങ്ങളുടെ വിക്ടേഴ്സ് ചാനലിലൊക്കെ എല്ലാം കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് റിലാക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊന്ന് വീണ്ടും പഠിക്കാൻ തുടങ്ങാം. നമുക്ക് കുറച്ച് മുന്നിൽ ഓടണം. നിങ്ങൾക്ക് 2-3 തവണ അങ്ങനെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും കാര്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പഠനം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. അതിന് യാതൊരു മുടക്കവും ആരും വരുത്തരുത്. കൊറോണ വരികയെ പോവ്, വെള്ളപ്പൊക്കം വരിക, എന്ത് വേണമെങ്കിലും ആവട്ടെ, പഠിക്കാൻ പറ്റുന്ന ആളുകൾ ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് പഠിക്കാം. ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് കമ്പോണൻസ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസസ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് ടു ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് ദം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡിസ്റ്റിലേഷനിൽ എന്താ കാര്യം? ഒരു കമ്പോണൻറ്റ് വോളറ്റൈൽ ആയിരിക്കണം, മറ്റേ കമ്പോണൻറ്റ് വോളറ്റൈൽ ആയിരിക്കരുത്. സോൾട്ട് സൊല്യൂഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞതാണല്ലോ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 കമ്പോണൻസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സ് വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു നോക്കൂ. എഥനോളും മെഥനോളും ഉണ്ട്. എഥനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 78 ഡിഗ്രിയും മെഥനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 65 ഡിഗ്രിയുമാണ്. വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? തീരെ ക്ലിയർ ഇല്ല മോനെ. ഇത് ഒന്ന് ഇരുട്ട് പോലെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഒന്ന് ഇരുട്ട്. ഇപ്പം നമ്മൾ ഡിസ്റ്റിലേഷൻ, കോമൺ ഡിസ്റ്റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. നിങ്ങളൊന്നുകൂടെ നോക്കുക. ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ എന്താണെന്നുള്ളത് ഞാൻ ടെക്സ്റ്റിൽ കൂടെ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് കമ്പോണൻസ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസസ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് ടു ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് ദം. അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് രണ്ടിൻ്റെയും ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ ഒരു ലാർജ് ഡിഫറൻസ് ഉണ്ടാവണം. ഇന്നലെ പറഞ്ഞാണ് സോഡിയം ക്ലോറൈഡും വാട്ടറും, സലൈൻ വാട്ടർ. അതായത് 100 ഡിഗ്രി എത്തുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യും, പക്ഷേ സോഡിയം ക്ലോറൈഡ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് വാട്ടറിനെ കളക്ട് ചെയ്തെടുക്കാം, സോഡിയം ക്ലോറൈഡിനെ വേറെയും കളക്ട് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2 കമ്പോണൻസ്, അതായത് മിക്സ്ചറിൽ ഉള്ള 2 കമ്പോണൻസിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റ്സ് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾക്ക് ഒരു മിക്സ്ചറാണ്. അതിൽ എഥനോളും ഉണ്ട്, മെഥനോളും ഉണ്ട്. എഥനോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 78 ഡിഗ്രിയാണ്. മെഥനോളിൻ്റെത് 65 ഡിഗ്രിയാണ്. 65 ഡിഗ്രി ആകുമ്പോൾ തന്നെ മെഥനോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഗ്യാസ് ആയിട്ട്, ലിക്വിഡാണ് കേട്ടോ, രണ്ടും ലിക്വിഡ്സ് ആണ്, ഗ്യാസ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങും. എഥനോൾ 65 ഡിഗ്രി 78 ഡിഗ്രി തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു മിക്സ്ചറിലെ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രോപ്പർ മെത്തേഡാണ് എന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ പിക്ചർ. ഇപ്പം ഇവിടെ എന്താണ്? ഒരു RB ഫ്ലാസ്ക് ആണ്, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. RB ഫ്ലാസ്കിൽ എഥനോളിൻ്റെയും മെഥനോളിൻ്റെയും മിക്സർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൊരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചാണ്. എന്താണിത്? കണ്ടൻസറാണിത് അല്ലേ? കണ്ടൻസറിൽ വെള്ളം ഉള്ളിലോട്ട് പോകുന്നു, ഇവിടെ വെള്ളം പുറത്തോട്ട് പോകുന്നു. ഉള്ളിലോട്ട് വരുന്ന വെള്ളം തണുത്തതായിരിക്കും, പുറത്തോട്ട് പോകുന്ന വെള്ളം എന്തായിരിക്കും? പഠിച്ചാണ്, ചൂടുള്ളതായിരിക്കും അല്ലേ? പിന്നെ ഇവിടെ നമ്മൾ വീണ്ടും ഒരു RB ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ എഥനോളും മെഥനോളിൻ്റെയും മിക്സർ എടുക്കുകയാണ് നമ്മൾ. എഥനോളിൻ്റെയും മെഥനോളിൻ്റെയും മിക്സർ എടുക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എന്താ സംഭവിക്കുകയെന്നറിയോ? റിപ്പീറ്റഡ് ആയിട്ടുള്ള ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും നടക്കും. ലിക്വിഫാക്ഷൻ എന്താണെന്നും വേപ്പറൈസേഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചതാണ്. ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവുന്ന പ്രോസസ്സാണ്. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ വേപ്പർ ഓർ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറുന്ന പ്രോസസ്സാണ്. ഇപ്പം ഇവിടെ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കമ്പോണൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം ആരാണ് ഇവിടെ എത്തുക? എഥനോളിലും മെഥനോളിലും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ ആരാണ്? മെഥനോളാണ് അല്ലേ? മെഥനോളിനാണ് ബോയിലിംഗ് പോയിന്റ് കുറവ്. നോക്കൂ, മെഥനോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് 65 ഡിഗ്രിയാണ്. 65 ഡിഗ്രി എത്തുമ്പോൾ മെഥനോൾ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. കണ്ടൻസറിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഗ്യാഷ്യസ് ഫോമിലാണ് ഇവാപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഗ്യാഷ്യസ് ഫോമിൽ
ഉള്ള മെഥനോള് കണ്ടൻസറിലൂടെ കടന്നു പോകുമ്പോൾ ഈ കണ്ടൻസറിൻ്റെ ചുറ്റും വെള്ളം ഉണ്ട് അല്ലേ, വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടർ ഇതിലൂടെ പോകുന്ന മെഥനോൾ ഗ്യാസിനെ തണുപ്പിച്ച് എന്തായിട്ട് മാറ്റും, വീണ്ടും മെഥനോൾ ലിക്വിഡാക്കി മാറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക, മെഥനോൾ ലിക്വിഡ് കിട്ടും. മനസ്സിലായോ? ഈ കണ്ടൻസറിലൂടെ തണുത്ത വെള്ളം വരും, ചൂടുള്ള വെള്ളം പുറത്തോട്ട് പോകും. ഈ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. തണുത്ത വെള്ളം ഉള്ളിലോട്ട് വരും, മെഥനോൾ ഗ്യാസിനെ തണുപ്പിച്ച് അത് ലിക്വിഡാക്കി മാറ്റുന്നതിനനുസരിച്ച് വെള്ളം ചൂടാവും, ചൂടുള്ള വെള്ളം പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ മെഥനോൾ കിട്ടും. മെഥനോൾ ഏകദേശം ഫുള്ളായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് ലിക്വിഡായി വന്നതിന് ശേഷം ഈ ഫ്ലാസ്ക് മാറ്റി മറ്റൊരു ഫ്ലാസ്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എഥനോളിനെയും നമുക്ക് അങ്ങനെ തന്നെ ഇവിടെ കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്റ്റിലേഷനിൽ നിന്നും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലെ വ്യത്യാസം എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എന്താ നടക്കുന്നത്, റിപ്പീറ്റഡ് ലിക്വിഫാക്ഷൻ ആൻഡ് വേപ്പറൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഓഫ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഒരു പോയിന്റാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. നോക്കൂ, ഒന്ന് ഞാൻ വായിച്ചു തരാം. If the boiling points of components have very small differences, fractional distillation is to be used to separate them. വളരെ ചെറിയ ഡിഫറൻസേ ബോയിലിംഗ് പോയിന്റിലുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. എഥനോൾ വിത്ത് ബോയിലിംഗ് പോയിന്റ് 78 degree Celsius and methanol with boiling point 65 degree Celsius are two miscible liquids. ഇത് തിരിച്ചറിയാൻ പറ്റില്ല, രണ്ടും മിസിബിളാണ്, ഒരേപോലെ കളർലെസ് ആയിട്ടുള്ള മിസിബിൾ ആയിട്ടുള്ള, അതായത് പരസ്പരം ചേരുന്ന ലിക്വിഡ്സ് ആണ്. ഇൻഡസ്ട്രിയലായിട്ട് വളരെയധികം യൂസ് ഉള്ളതാണ് ഈ മെഥനോളും എഥനോളും. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ചറിൽ നിന്ന് നമുക്കിതിനെ വേർതിരിച്ച്, എഥനോളിന് വേറെ യൂസാണ്, മെഥനോളിന് വേറെ യൂസാണ്. യൂസിനനുസരിച്ച് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തേ മതിയാവും. ദർ ഇസ് ഓൺലി എ സ്മോൾ ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്സ്. അപ്പോൾ സാധാരണ ഡിസ്റ്റിലേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. These two liquids are separated from their mixtures by fractional distillation. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ് fractional distillation. അടുത്ത് നോക്കൂ, when vapors of the mixture pass through the fractionating column. നമ്മൾ പറഞ്ഞു അല്ലേ, ഈ fractionating കോളത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, repeated liquefaction and vaporization takes place. Subsequently, the vapors of a low boiling methanol enter the condenser from the fractionating column. Repeated liquefaction vaporization നടക്കും. അതിൻ്റെ ഫലമായിട്ട് കണ്ടൻസറിൽ നിന്നും കണ്ടൻസറിലേക്ക് മെഥനോൾ എൻ്റർ ചെയ്യും. എവിടുന്ന്? ഫ്രം ഫ്രാക്ഷനേറ്റിംഗ് കോളം. എന്നിട്ട് കണ്ടൻസറിലെത്തിയ വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എ കണ്ടൻസർ? ഇറ്റ് കണ്ടൻസസ് അല്ലേ. കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൂൾസ്, കൂൾ ചെയ്യും. കൂൾ ചെയ്തിട്ട് വരുന്ന വേപ്പർ ആയിട്ടുള്ള മെഥനോളിനെ എന്തായിട്ട് മാറ്റും? മെഥനോളിനെ ലിക്വിഡ് മെഥനോളായിട്ട് മാറ്റും. മനസ്സിലായോ? Subsequently, the vapors of low boiling methanol enters the condenser from the fractionating column, condense to liquid and get collected in the round bottom flask first. ആദ്യം അത് കളക്ട് ചെയ്യപ്പെടും. Similarly, ethanol with higher boiling point can be collected later. മെഥനോളിൻ്റെ കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ RB ഫ്ലാസ്ക് മാറ്റി അടുത്ത RB ഫ്ലാസ്ക് വെച്ച് കഴിഞ്ഞാൽ ലേറ്റർ ഇൻ ദ അനദർ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. അപ്പോൾ അവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതിൽ ഇവിടെ ഉണ്ട് കേട്ടോ, തെർമോമീറ്റർ ഉണ്ട്, മറന്നു പോകരുത്. ഇവിടെ തെർമോമീറ്റർ ഉണ്ട്. തെർമോമീറ്റർ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, ടെമ്പറേച്ചർ മാറുന്നത്. അതിനനുസരിച്ചാണ് ഇവിടെ എന്ത് നടക്കുന്നത്? കളക്ഷൻ നടക്കുന്നത്. മനസ്സിലായല്ലോ? വളരെ എളുപ്പമാണ്. ഇൻഡസ്ട്രിയലായിട്ട് വളരെ യൂസ് ഉള്ള ഒരു കാര്യമാണ് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ എന്നുള്ളത്. നിങ്ങൾക്കൂടെ മോറായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഡെയിലി എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ വെറുതെ 8ാം ക്ലാസ്സിൽ പഠിക്കുകയല്ല. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലികളിലൊക്കെ നമുക്ക് ആവശ്യം വരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോറായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ എന്താണെന്നറിയില്ല, നമ്മൾ കുഴിച്ചെടുക്കുന്ന മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഓയിലാണ് ക്രൂഡ് ഓയിൽ. Crude oil which is drilled down from the depths of the earth is a mixture of hydrocarbons which do not have much difference in their boiling points. അപ്പോൾ നമ്മൾ കുഴിച്ചെടുക്കുന്ന ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. ഹൈഡ്രോകാർബൺ മീൻസ് വാട്ട് ആർ ഹൈഡ്രോകാർബൺസ്?
ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. ഹൈഡ്രജനും കാർബണും ഉള്ള കോമ്പൗണ്ട്സ് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ കാർബൺ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കാർബൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു എലമെൻ്റ് ആണെന്ത്? കാർബൺ. ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട്സ് ഈ നേച്ചറിൽ ഫോം ചെയ്യുന്ന എലമെൻറ്റ് കാർബൺ ആണ്. അപ്പം ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിൽ ഒരുപാട് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. മെഥനോള്, എഥനോള്, കെറോസിൻ, പെട്രോള്, LPG, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്കെല്ലാം ആവശ്യമുള്ളതുമാണ്. പക്ഷെ ഇതൊന്നിച്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലുള്ള ഈ എല്ലാ കമ്പോണൻസിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റ്സ് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് പ്രോസസ്സ് യൂസ് ചെയ്യാം? ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് ക്രൂഡ് ഓയിലിൽ നമ്മൾ എന്താ വലിയ ഫ്രാക്ഷനേറ്റിംഗ് കോളമായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ വലിയ ഫ്രാക്ഷനേറ്റിംഗ് കോളം വെച്ചിട്ട് നമ്മൾ ഓരോ കോളത്തിൽ ഓരോന്നായിട്ട് കളക്ട് ചെയ്തെടുക്കും. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഹെവി ഓയിൽ, കെറോസിൻ, പെട്രോൾ, ഇത്രയൊന്നും അല്ല, ഇനി ഒരുപാടുണ്ട്. ഇത് ചെറുതായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ക്രൂഡ് ഓയിലിനെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് നമ്മളിന്ന് കാണുന്ന ഒരുപാട് കാർബൺ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇത്രയാണ് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തൊട്ടടുത്ത ടോപ്പിക്ക് സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണലാണ്. അത് ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണുക. ഒന്നിച്ചാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ബൈ.